Good morning, sir. Yes, good morning, Isan. Good Ashwin, morning. yes, Good morning. Priya, good morning. Good morning, sir. Yes, good morning, Sainu. Ashwini, Hanna, Isan, Abhirami, good morning. Good morning, sir. Marin and Anisha, Arya, good morning. Raika, Sona, good morning. Yes, Adira, good morning. Ashwini, good morning. Raika, good morning. Good morning, sir. Yes, good morning, Bhavisha. Yes, Isan, very good, very good. സുഖമാണ്. യെസ്. അപ്പൊ നാളെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ അല്ലേ? ആ, ഓക്കെ ഓക്കെ. നിങ്ങളോട് ആരോടെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞിരുന്നോ? കൃഷ്ണേന്ദു. ആ, ഓക്കെ ഓക്കെ. കുറച്ച് പേർക്ക് 11 യെസ്. അപ്പൊ നിങ്ങളുടെ വാർഡിലെ പ്രധാനപ്പെട്ട ആളല്ലേ നിങ്ങള്? യെസ്. ആ, ഓക്കെ. അതില ഞാൻ MT ക്ലാസ് എടുക്കുന്നവർ വരണേ. അപ്പൊ MT കുട്ടികൾ പറഞ്ഞു, 3 പേര് പറഞ്ഞ് അവരോടും 3 പേരോടും സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞതാണ്. അപ്പൊ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടി പറഞ്ഞു, ചെറിയ 2 പിള്ളേരാണ്, അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായില്ല. അടുത്ത കുട്ടി പറഞ്ഞു, എന്നോടും പറഞ്ഞതാണ്, പക്ഷെ നമ്മുടെ ഫാദറിനെ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാനായില്ല. വേറെ കുട്ടി പറഞ്ഞു, ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചുള്ളൂ, നിങ്ങളോട് ആരും അത് പറഞ്ഞില്ലേ സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാണ്. യെസ്. അവസരങ്ങൾ വരുമ്പോൾ അത് നിന്നോളോട്ട്, അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ജയിച്ചു, കുറച്ചുനാള് കഴിയുമ്പോ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി. യെസ്. അപ്പൊ ആ പഞ്ചായത്തിൽ നിങ്ങളുടെ പ്രകടനം വളരെ നന്നായിട്ട് കഴിഞ്ഞപ്പോ അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് നിയമസഭയിലോട്ട് മത്സരിക്കാൻ പറഞ്ഞു. നിങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചു, നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അങ്ങനെ നിങ്ങൾ MLA ആയി. പിന്നത്തെ പ്രാവശ്യവും ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ MLA ആക്കി മത്സരത്തിൽ നിങ്ങൾ ജയിച്ചു. അടുത്ത പ്രാവശ്യം ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ മന്ത്രിയായി. യെസ്. അങ്ങനെ അത് പറയാൻ പറ്റൂല ഈസാൻ. ചില സ്വപ്നങ്ങൾ ചിലപ്പോ യാഥാർത്ഥ്യങ്ങളാവില്ലേ? യെസ്, യാഥാർത്ഥ്യങ്ങളാവും, അത് വരും. ജീവിതത്തിലൊക്കെ നമുക്ക് സംഭവിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ജീവിതത്തില് സംഭവിച്ച ഒരു സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വിശ്വാസം ഞാൻ നേരെ ഒന്നുകൂടി ആവർത്തിക്കണം. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1998 മുമ്പുള്ള കേസാണ്. ആ സമയത്ത് ഞാൻ നമ്മുടെ അവിടെ പഠിപ്പിച്ചിരുന്ന സ്ഥലത്തെ കുറെ കുട്ടികളൊക്കെ ആയിട്ട് അതിരപ്പള്ളി വന്നിട്ട് ടൂറ് പോകുന്നു. അപ്പൊ അങ്ങനെ ടൂറ് പോയി. അപ്പൊ ഒരു സെപ്റ്റംബർ മാസമാണ്, ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ മഴയൊക്കെ ഉള്ള സമയമാണ്. യെസ്. അങ്ങനെ ടൂറ് പോവുകയാണ്. അപ്പൊ അവിടെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്, വേറെ ടീച്ചർമാരും സാറന്മാരൊക്കെ ഉണ്ട്. യെസ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ അന്ന് അതിരപ്പള്ളി ചെല്ലുമ്പോ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. അന്ന് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായ കാഴ്ചയാണ്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൈൻഡ് ചെയ്യില്ല. അന്ന് പോലെ അപൂർവമായ കാഴ്ചയാണ്. അപ്പൊ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ അവിടെ മിഥുൻ ചക്രവർത്തി, അത് മിഥുൻ ചക്രവർത്തി സാർ, മിഥുൻ ചക്രവർത്തി. ഇപ്പൊ അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്. ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഡാൻസ് ഹിന്ദി സിനിമയിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ മിഥുൻ ചക്രവർത്തിയാണ് അതിന്റെ അകത്ത് നായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയിക്കുന്ന സ്റ്റെൻഡ് സീനുകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തു കൂടി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം ഒഴുകുന്നു, അതിന്റെ അപ്പുറത്ത് പാറകളെ വീട്ടുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ കുറെ നേരം കൊണ്ട് ഞങ്ങൾ നോക്കുന്നത്, കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമുക്ക് ഷൂട്ടിംഗ് എല്ലാം മതി, വെള്ളച്ചാട്ടം ഒന്നും കാണണ്ടെന്ന് പറഞ്ഞു. യെസ്. അപ്പൊ എനിക്കും അത് ആഗ്രഹമുണ്ട്, പക്ഷെ
നമുക്കൊക്കെ നിൽക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെയൊക്കെ തടുത്ത് കൂട്ടി തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു പോരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഓ ഇവിടെയൊക്കെ വല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഷൂട്ടിങ് കാണാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് കഠിനമായിട്ട് ആഗ്രഹിച്ചു അന്ന്. പക്ഷേ എനിക്ക് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നത്, ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന് ഞാൻ ചാലക്കുടിയിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ഓഫീസർ പറഞ്ഞു, ശമ്പളം മാത്രമാണ് ഇവിടുന്ന്, ജോലി അതിരപ്പള്ളിയിലാണ്, അവിടെ പോയാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. യെസ്, അത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം വിത്തിൻ ഒരു 1.5 വർഷത്തിന്റെ ഉള്ളിൽ അത് നടന്നു. യെസ്, അപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളില്ലേ അത് കറക്റ്റായിട്ട് സംഭവിച്ചിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് സംഭവിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഈ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് കാര്യം പറഞ്ഞത്. ഭാഗ്യം തുറക്കുന്ന ആൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാൻ പറ്റില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് പറയാൻ ഞാൻ നിർത്തി പറയാം. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാലും അറിയപ്പെടാതിരുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. എന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി, പിന്നീട് ഞാൻ വീണ്ടും പറയാം. കാരണം ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി വന്നതല്ലേ, ഓർമ്മ എടുത്ത് പറയുന്നതാണ്. അപ്പൊ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ISROയിൽ ഒരു എഞ്ചിനീയർ, സാധാരണ എഞ്ചിനീയർ. അപ്പോ ഡിഫൻസിന്റെ അന്നത്തെ സെക്രട്ടറി കലാമിനോട് പറയുകയാണ്, കലാമെ നമുക്കൊരു ഉപഗ്രഹം മുകളിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ കലാം ആരംഭിച്ചു. പക്ഷേ ആ ഉപഗ്രഹം മുകളിലേക്ക് പോയില്ല, അറബിക്കടലിൽ പോയതുമില്ല. അതോടുകൂടി APJ അബ്ദുൽ കലാമിന് ഭയങ്കര വിഷമമായി. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റിന് നഷ്ടം. അപ്പൊ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ രാജിക്കത്ത് എഴുതി പിറ്റേ പ്രാവശ്യം ധവാൻ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കൊടുത്തു, എന്റെ പൊന്നു സാറെ, എന്നെ കൊണ്ട് ഈ പൊടി പറ്റില്ല, ഞാൻ ജോലി രാജിവെക്കുകയാണ്, അതുകൊണ്ട് എന്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞ് ധവാന് രാജിക്കത്ത് കൊടുക്കുന്നു. ആ രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ധവാൻ ആ രാജിക്കത്ത് വാങ്ങിച്ചിട്ട് കീറിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കലാമേ, ഇന്ത്യ എത്രയോ ഉപഗ്രഹങ്ങൾ മുകളിലേക്ക് വിട്ടിരിക്കുന്നു, അതിൽ എത്രയോ എണ്ണം പോയി അറബിക്കടലിൽ പതിച്ചിരിക്കുന്നു, ഇനി എത്രയോ എണ്ണം അറബിക്കടലിൽ പതിക്കാനിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷനൊന്നും വേണ്ട, പോയി ജോലി എടുക്കുക എന്ന് പറയുന്നു. യെസ്, അങ്ങനെ APJ അബ്ദുൽ കലാം കൊടുത്ത രാജിക്കത്ത് കൂടി കീറിക്കളയുന്നു. യെസ്, APJ അബ്ദുൽ കലാമിന് ആരൊന്നും അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഉപഗ്രഹം, അത് ഭ്രമണപഥത്തിന്റെ മുകളിലേക്ക് എത്തി. അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ധവാൻ ഡൽഹിയിലെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനം വിളിച്ചപ്പോ ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് ധവാൻ പറയുന്നത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹമാണ് എന്റെ പുറയിലിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരാണ് APJ അബ്ദുൽ കലാം. അപ്പൊ ലോകം അബ്ദുൽ കലാമിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവിടെ തുടങ്ങിയാണ്. അതിനു മുമ്പ് ISROയില് ധാരാളം എഞ്ചിനീയർമാരുണ്ടായിരുന്നു. ആ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു APJ അബ്ദുൽ കലാം. അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ആരുമായിരുന്നില്ല. പക്ഷെ അവിടെ മുതല് ലോകം മുഴുവൻ ആരെ ശ്രദ്ധിച്ചു തുടങ്ങി? APJ അബ്ദുൽ കലാമിനെ ശ്രദ്ധിച്ചു തുടങ്ങി. യെസ്, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരാൾ. അപ്പോ അന്ന് APJ അബ്ദുൽ കലാമിന്റെ കയ്യിൽ നിന്ന് പുള്ളി ആ രാജിക്കത്ത് വാങ്ങി അബ്ദുൽ കലാമിനെ പൊയ്ക്കോ എന്ന് പറഞ്ഞതെങ്കിൽ പിന്നെ ഈ APJ അബ്ദുൽ കലാമിനെ ആരും അറിയയില്ല, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് വരികയില്ലായി. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. അതായത് ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരേ സേനകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് അക്കാദമി ആരംഭിക്കണം എന്ന് പറയുന്ന പ്രോജക്റ്റ് തയ്യാറാക്കി അദ്ദേഹം അത് ഗവൺമെന്റിന് സമർപ്പിച്ചു. ആ ഗവൺമെന്റിന് സമർപ്പിച്ച ആ പ്രോജക്ട് റിപ്പോർട്ട് 4-5 നിർദ്ദേശങ്ങൾ റെക്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തു. അന്ന് രാത്രി APJ അബ്ദുൽ കലാമിന് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം താൻ കൊടുത്ത പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റ് റിജക്ട് ചെയ്തല്ലോ എന്നുള്ളത്. അപ്പൊ പുള്ളി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഉറങ്ങാതെ നടക്കുകയാണ്. അപ്പോ സഹമുറിയനായിട്ടുള്ള അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന ഒരാൾ വന്നിട്ട് എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, കലാമെ നിങ്ങളിങ്ങനെ ഉറങ്ങാതെ നടന്നിട്ട് എന്ത് കാര്യം? അപ്പൊ കലാമ് കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിത് അറിഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ,
കുറച്ച് കറക്ഷൻ പറഞ്ഞിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് രണ്ടാമത് കൊടുക്കും എന്ന് പറയും. അങ്ങനെ അവര് പറഞ്ഞ കറക്ഷനൊക്കെ വരുത്തി രണ്ടാമത് ഈ പ്രോജക്ട് റിപ്പോർട്ട് APJ അബ്ദുൽ കലാം ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഈ പ്രോജക്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ടേബിളിന്റെ മുന്നിലെത്തി. അപ്പോ പ്രധാനമന്ത്രിയുടെ ടേബിളിന് മുന്നിൽ രണ്ട് രീതിയിലുള്ള ഫയലുകളാണ് വരുന്നതെന്നാണ് പറയുന്നത്. വൺ ഈസ് റെഡി ടു സൈൻ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടാവും, പ്രധാനമന്ത്രി അതിന്റെ അടിയിൽ ഒപ്പിട്ടാൽ മാത്രമേ. അടുത്തത് ഇതേപോലെ പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പ്രധാനമന്ത്രി വായിച്ചു നോക്കണമെന്നൊരു നിർബന്ധമില്ല. എന്നാലും വേണമെങ്കിൽ വായിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. മറ്റത് റെഡി ടു സൈൻ ആണ്, ബാക്കിയൊക്കെ റെഡി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അന്നത്തെ പ്രധാനമന്ത്രി ഈ പ്രോജക്ട് റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ APJ അബ്ദുൽ കലാം കൊടുത്ത ഈ പ്രോജക്ട് റിപ്പോർട്ടുകൾ വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്രധാനമന്ത്രി ഈ ധവാൻ എന്ന് പറയുന്ന പ്രതിരോധ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആ എഞ്ചിനീയറോട് എന്നെ വന്ന് കാണാൻ പറ്റും. കുറെ കാര്യങ്ങൾ പോകുന്ന പോക്കുണ്ടാകും. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയ എഞ്ചിനീയറോട് മീറ്റ് മീ പേഴ്സണലി, എന്നെ വന്ന് കാണാൻ പറയും പ്രധാനമന്ത്രി. അത് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ധവാൻ വന്നിട്ട് APJ അബ്ദുൽ കലാമിനോട് പറയുന്നത്, കലാമേ നിങ്ങളെ പ്രധാനമന്ത്രി വിളിക്കുന്നു, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പോ കലാം പറഞ്ഞു, ഞാൻ പോകുന്നില്ല കാണാനായിട്ട്. കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് ചെല്ലണമെങ്കിൽ നല്ലൊരു ഷൂ വേണം, എനിക്കതില്ല. നല്ലൊരു ഓവർകോട്ട് വേണം, എനിക്കതില്ല. എന്റെ സഹോദരിയുടെ മകളാണെങ്കിൽ പഠിക്കുന്നുണ്ട്, അവൾക്കുള്ള പഠന ചെലവ് അത് നോക്കുന്നത് ഞാനാണ്. അപ്പൊ എന്റെ ഈ ശമ്പളത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ ഷൂ മേടിക്കാനോ ഓവർകോട്ട് വാങ്ങാനോ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ തികയില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് അപ്പോ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞു, കലാമേ യു ആർ വെൽ ഡ്രസ്ഡ് വിത്ത് യുവർ പ്രോജക്ട്, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ APJ അബ്ദുൽ കലാം നഗ്നപാതനായിട്ട് ചെരുപ്പില്ലാതെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ APJ അബ്ദുൽ കലാം വന്നു. പ്രധാനമന്ത്രി ഈ റിപ്പോർട്ട് എടുത്ത് നോക്കി. അതിന്റെ APJ അബ്ദുൽ കലാമിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ദ ഗവൺമെന്റ് ഈസ് വെൽ പ്ലീസ്ഡ് അബൌട്ട് യുവർ പ്രോജക്ട്. ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് അക്കാഡമി, അതായത് ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങളെല്ലാം നിർമ്മിക്കുന്ന ആ ഒരു സംഗതി, അതിന് ഡിഫൻസ് അക്കാഡമി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. നിങ്ങളുടെ പ്രോജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ APJ അബ്ദുൽ കലാമിന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണ്, താൻ കൊടുത്തൊരു പദ്ധതി ആരംഗീകരിച്ചു, ഗവൺമെന്റ് അംഗീകരിച്ചില്ലേ. അത് വന്നപ്പോ APJ അബ്ദുൽ കലാം വാസ് ഓൾസോ വെരി ഹാപ്പി. and APJ അബ്ദുൽ കലാം തിരിഞ്ഞു പോരുകയാണ്, മടങ്ങി തിരികെ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോ ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പറഞ്ഞു, മിസ്റ്റർ കലാം, you are appointed as the chairman of the Defense Academy. അപ്പോ ഇങ്ങനെ കൊടുത്തൊരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ചെയർമാൻ ആയിട്ട് ആരെ തന്നെ വെക്കണം? APJ അബ്ദുൽ കലാമിനെ തന്നെ വെക്കണം. അവിടെ മുതലാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പേര് അറിയപ്പെട്ടിരിക്കുന്നത്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെ കുറിച്ച് പറയാനാണെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ഇങ്ങനെ പരാജയത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർച്ചയിലെത്തിയിട്ടുള്ള ആളുകൾ. പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ പരാജയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിങ്ങനെ മാറി നിൽക്കേണ്ടതായില്ല. നമ്മൾ KG യേശുദാസിനെ കുറിച്ച് പറയാറില്ലേ, 1967 റോസി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉദയഭാനു പാടാൻ വെച്ചിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അന്ന് ഉദയഭാനു എന്ന് പറയുന്ന ഗായകന് നല്ല പനിയായതുകൊണ്ട് അദ്ദേഹത്തിന് ശബ്ദം കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ പിന്നെ എല്ലാം റെഡിയാണ്, ഓർക്കസ്ട്ര മുഴുവൻ റെഡിയാണ്, പിന്നെ ആരും പാടും. അപ്പോഴാണ് പറഞ്ഞത്, അപ്പുറത്ത് ഒരു പയ്യനുണ്ട്, ആ പയ്യനിന്ന് പാടാനൊക്കെ അവസരം ചോദിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പയ്യനെ വിളിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ വന്ന് ഈ പയ്യനോട് പറയണം, പാടാൻ പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടുന്നില്ല, കാരണം
ഇത് പ്രശസ്തരായ അന്നത്തെ ഗായകൻ പ്രശസ്തരാണ് ഉദയഭാനു പാടാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇത് പാടുന്നില്ല എന്ന് പറയുന്നു. യെസ്, എന്നിട്ട് ഉദയഭാനു തന്നെ വന്നിട്ട് ഈ പയ്യനോട് പറയുന്നു, ആ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. അങ്ങനെ ആ പയ്യൻ കയറി ആ പാട്ട് പാടി. ആ പാട്ടാണ് അല്ലിയാമ്പൽ കടവിലെ നിരക്ക് വെള്ളം, അന്ന് നമ്മളൊന്നേ തുടങ്ങില്ല കരിക്കും വെള്ളം എന്നൊരു പാട്ട്. അത് പാടി അതൊരു ബ്രേക്ക് കെ ജെ യേശുദാസിന്റെ ജീവിതത്തിൽ. അവിടെ തുടങ്ങി പുള്ളി അങ്ങനെ കയറിയത്. അപ്പൊ നോക്കി, ഭാഗ്യം എന്ന് പറഞ്ഞത് അത് ഏത് വഴിക്ക് വരും എന്ന് പറയാൻ പറ്റില്ല. യെസ്, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ഭാഗ്യങ്ങൾ വരും. എക്സ്പെക്ട് ഫോർ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കാത്തിരിക്കണം. യെസ്, നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, പല ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടില്ലേ? പല പല ഗോൾഡൻ അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടില്ലേ? നമ്മളൊക്കെ അന്നൊക്കെ അത് വലിയ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കാതെ പോയിട്ടുണ്ടാവും. പേടിക്കേണ്ട, ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ കടന്നു. പരാജയത്തിന് മുന്നിലൊന്നും നിങ്ങൾ എന്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വിജയമായിട്ട് മാറും. ചില സ്വപ്നങ്ങൾ അത് കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. ആ ടെൻസുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എത്തി നിന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഐ വെന്റ് ടു മദ്രാസ്, she drank a cup of tea, we ate our breakfast. അങ്ങനെ സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറയും. യെസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ആ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചിട്ടാണ്. നെഗറ്റീവ് വാചകം. ഇപ്പോ ഞാൻ നടന്നു, ഐ വാക്ട്. ഞാൻ നടന്നിട്ടില്ല എന്നാണെങ്കിലോ അതെന്തോരും നാം നോക്കുന്നത്. ഞാൻ നടക്കാറില്ല എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് മതി. യെസ്, നടന്നിട്ടില്ല എന്നല്ല, നടക്കാറില്ല എന്നല്ല, നടന്നിട്ടില്ല. ഞാൻ പഠിക്കാറില്ല, അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ എന്തോരും. അവൾ ഉറങ്ങിയിട്ടില്ല, അവൾ ഉറങ്ങാറില്ല എന്നല്ല, അവൾ ഉറങ്ങിയിട്ടില്ല. നീ കുടിച്ചിട്ടില്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. യെസ്, അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്നും പിന്നെ വെർബിന്റെ പാസ്റ്റ്. ഷീ വെന്റ്, അവൾ പോയി. അവൾ പോയിട്ടില്ലെന്നാണെങ്കിലോ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിഡ് നോട്ട് അതിന്റെ ഇടയിൽ ചേർന്ന് ഒരു വിൽ നോട്ട് പോകില്ല എന്നാണ് വെറുതെ. അത് നമുക്ക് അടുത്തിൽ നമുക്ക് നോക്കാം. ഇത് ഡിഡ് നോട്ട് ആണ്. എന്താണ് വേണ്ടത്? ഡിഡ് നോട്ട്. ആ ഡിഡ് കഴിഞ്ഞാൽ ആ സെന്റൻസിൽ പിന്നെ പാസ്റ്റ് ടെൻസ് പറയാൻ പാടില്ല, പ്രസന്റ് ടെൻസേ പറയാം. പക്ഷെ അർത്ഥം പാസ്റ്റ് ടെൻസിന് കിട്ടിക്കോളും. അപ്പൊ അവൾ പോയി എന്നാണെങ്കിൽ ഷീ വെന്റ്. അവൾ പോയിട്ടില്ല എന്നാണെങ്കിൽ ഷീ ഡിഡ് നോട്ട് വെന്റ് എന്ന് പറയരുത്, ഗോ എന്ന് പറയണം. കാരണം ഡിഡ് ഉള്ള വാചകങ്ങൾ പിന്നെ ഒരു പാസ്റ്റ് ടെൻസ് വേണ്ട, പ്രസന്റ് ടെൻസ് മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് ഗോ, അവൾ പോയിട്ടില്ല. ഞാൻ കുളിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത്. നീ വന്നിട്ടില്ല, യു ഡിഡ് നോട്ട് കം. യെസ്, അപ്പൊ ആ ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിലുള്ള അർത്ഥം നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, യെസ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളിലും. യെസ്, നിങ്ങൾ ഒരു പക്ഷെ വിചാരിച്ച് കാരണം ഇന്നൊരു സംഗതി ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കണം, പക്ഷെ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് മൈ പ്രോജക്റ്റ്. ഇന്ന് നിങ്ങൾ തുണി അലക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾ അലക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഡിഡ് നോട്ട് വാഷ് മൈ ക്ലോത്ത്സ്. ഞാൻ എന്റെ വസ്ത്രങ്ങളൊന്നും ഇന്ന് അലക്കിയിട്ടില്ല. അല്ല, ഐ ഡു നോട്ട് അല്ല, അപ്പൊ അലക്കാറില്ല എന്നായിരിക്കും. നിങ്ങൾ അലക്കാറില്ല എന്നല്ല പറഞ്ഞ, അലക്കിയിട്ടില്ല, ഇന്ന് അലക്കിയിട്ടില്ല. ഞാൻ ഇന്ന് ഭർത്താവുമായിട്ട് വടക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വടക്കിട്ടില്ല.
I did not quarrel with my husband. ഞാൻ എന്നത് വഴക്കിട്ടിട്ടില്ല. യെസ്, വിചാരിച്ചതാണ്, പക്ഷെ അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. I did not clean my room. ഞാൻ ഇന്ന് എന്റെ റൂം വൃത്തിയാക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാനിപ്പോൾ അത് വൃത്തിയാക്കിയിട്ടില്ല. നമുക്ക് പറയാം I did not clean my room. അത് നമുക്ക് വേണമെങ്കിലായിട്ട് പറയാം. യെസ്, അപ്പൊ നിങ്ങളൊരു ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എന്നാൽ സമയക്കുറവ് കൊണ്ടോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ പോയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറയാം I did not attend the marriage function. I did not attend the birthday function. Yes, I did not telephone to my mother. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ടില്ല. I did not invite my sister. ഞാൻ എൻ്റെ സഹോദരിയെ ക്ഷണിച്ചിട്ടില്ല. യെസ്, നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു 5 ഐറ്റംസ് നിങ്ങൾ ചെയ്യാത്ത ഒരു 5 ഐറ്റംസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും മുടി ഒന്നും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താ പറയാം I did not cut my hair. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഡിഡ് നോട്ട് ചേർക്കുക, പിന്നെ പ്രസിഡൻസ് കൂടെ പറയാം. യെസ്, അപ്പൊ ഇസാനെ തന്നെ നമുക്ക് ആദ്യം പിടിക്കാം. ഇസാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് വിട്ടുപോയ പല കാര്യങ്ങളില്ലേ ഉണ്ടാവുമല്ലോ, ധാരാളം ഉണ്ടാവും. വിട്ടുപോയതായിക്കോളും ധാരാളം ഉണ്ടാവും അല്ലെ? യെസ്, പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം പറയാട്ടെ. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നുള്ള അഭിപ്രായം ഉള്ളവർക്ക് പറയാം. യെസ്, നിങ്ങൾ ചെയ്യാത്ത 5 കാര്യങ്ങൾ വേണ്ട. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈ സമയം വരെ ഉള്ള സമയത്ത് ചെയ്യാത്ത കാര്യങ്ങൾ എടുത്താലും മതി. അല്ലിനോട്ട് വെച്ച് പറയാം. കഴിഞ്ഞു പോയ സംഭവം ഒരിക്കലും മാത്രം വിത്ത് നോട്ട്, പിന്നെ പരമിന്റെ പ്രസന്റൻസ്. യെസ്, നിങ്ങൾക്ക് രാവിലെ നിന്ന് ചായ കുടിച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് പറയാം I did not take my breakfast. അല്ലെങ്കിൽ I did not eat my breakfast. യെസ്, അപ്പൊ ഇസാം വരുമെന്ന് ചോദിക്കുക. കൃഷ്ണേന്ദു കുറച്ച് ധൈര്യമുള്ള കൊടുക്കപ്പെട്ടതാണ്. Good morning, sir. ഓക്കെ കൃഷ്ണേന്ദു, ഞാൻ വരാം. രണ്ടാമത് വരാം. ഇസാൻ വന്നിട്ടുണ്ട്. ഓക്കെ ഇസാൻ പറഞ്ഞോളൂ. Sugana, sir. യെസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. Okay. I did not eat my breakfast. അത് കറക്റ്റ് ആണ്. ഇന്ന് രാവിലെ ഇസാൻ എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ പറയാം I did not eat my breakfast. ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചില്ല. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്തത് I did not bath. I did not ഇഞ്ചി വരെ ടേക്ക് ബാത്ത് ചെയ്തേക്കും കേട്ടോ. ടേക്ക് ബാത്ത്. I did not bath. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. I did not attend the wedding. I did not attend a wedding. ഒരു വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും ഭംഗിയാക്കാം. ഇന്നലെ എനിക്ക് വേണമെന്ന് വിചാരിക്കും. Okay. I did not attend the wedding yesterday. Okay. I did not clean my room today. Yes. Okay. That's all, sir. Okay. Very good. Okay. പിന്നെ ടെക്നിക്ക് പഠിക്കേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യാതിരുന്നത്? ഓക്കെ. ഓക്കെ. സീരിയസ് അപ്പൊ ഐഷ പറയുന്നു, ഐഷ ഇന്ന് കറക്റ്റ് ആയിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ പങ്കെടുത്തതില്ല. യെസ്, ഇങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. നമ്മളങ്ങനെ അറിയാണ്ട് ടെൻസിനെ കുറിച്ചൊക്കെ അത് ഇത് മറ്റു മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു പോവേണ്ടു. യെസ്, എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പഴയ കാര്യം ചെയ്തിട്ടില്ല, പോയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഡിറ്റ് ഉപയോഗിച്ച് പറയാം. മക്കളോട് ചോദിക്കാൻ പഠിച്ചോ? അപ്പൊ അവർക്ക് പറയും I did not study. ഞാൻ പഠിച്ചിട്ടില്ല. യെസ്, കേട്ടോ. നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചു? ഇല്ല, I did not eat food. ഭക്ഷണം കഴിച്ചിട്ടില്ല. യെസ്, അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, കൃഷ്ണേന്ദു, യു സ്റ്റാർട്ട്. Yes, sir. Correct. പറഞ്ഞോളൂ. I did not teach us the lessons. Yes, okay. I did not wash my clothes. Yes. I did not like dogs nor eggs. Yes. I did not like dogs, sir.
I did not eat ice cream. Yes. I did not clean my room. Yes. I did not clean my room. Okay, okay, very good, very good, very good. ഇത് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് ഒരു ഡു നോട്ട് ടെസ്റ്റ് നോട്ട് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. ഡു നോട്ട് ടെസ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ പതിവായിട്ട് ചെയ്യാറില്ലെന്നാണ്. പോകാറില്ല, വരാറില്ല, എടുക്കാറില്ല. ഇത് എടുത്തിട്ടില്ല, വന്നിട്ടില്ല, അങ്ങനെ അർത്ഥമുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസം കേട്ടോ. ഐ ഡു നോട്ട് ഗോ, ഞാൻ പോകാറില്ല. ഐ ഡിഡ് നോട്ട് ഗോ, ഞാൻ പോയിട്ടില്ല. യെസ്, അതാണ് രണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, ക്രിസ്ത്യൻ കഴിഞ്ഞു. ഞാനാണ്. യെസ്. ഓക്കെ, മെറിൻ ഈസ് റെഡി. മെറിൻ പറഞ്ഞോളൂ. മെറിൻ ഉണ്ട്, ആഷ്ലി ഉണ്ട്. യെസ്, അപ്പൊ മെറിൻ തുടങ്ങിയതിന് ശേഷം ആഷ്ലി ആൻഡ് സൗമ്യ. യെസ്, പറഞ്ഞോളൂ. I did not complete my revision. I did not complete my revision. Very good. Okay. I did not water my plants today morning. Yes. Okay. I did not drink my tea. Yes. I did not clean the toys today. Yes. I did not attend the birthday party yesterday. I did not attend the birthday party yesterday. Very good. Yes. That's all, sir. Yes. Very good. Marin. Very good. Yes. Then actually. Good morning, sir. Yes. Good morning, Parjo. Okay. I did not cook side dish for lunch today. Yes. I did not send my child to school. Yes. I did not send my child to school. Yes. I did not call my husband today. Yes. I did not clean my house today. Yes. I did not start preparing for exam. Yes. Very good. Actually, very good. Thank you, sir. Yes. Soumya. Good morning, sir. Yes. Parjo. I did not attend class yesterday. Yes. Very good. I did not study well. I did not study well. Yes. I did not completed my assignment work. Yes. I did not a lazy girl. Yes. I did not a brave girl. Yes. Okay. Next, സൗമ്യയുടെ പറഞ്ഞത് ഇനി അടുത്തത് മിന്നു. Good morning, sir. Okay, മിന്നു പറഞ്ഞോളൂ. I did not go to my mother Okay. my mother. മിന്നു അതൊന്ന് മോളൊന്ന് മാറ്റി പിടിക്കും. നല്ല എക്കുണ്ട്. യെസ്, പറഞ്ഞോളൂ. I did not go to my mother. Mother. Okay, correct ആണ്. Yes. I did not go to temple. Yes. I did not eat cold items Yes. last 1 week. Yes. I did not attend the meeting yesterday. I did not attend the meeting yesterday. Very good. I did not clean my house today. I did not clean my house today. Yes. I did not eat breakfast Yes, I did not eat breakfast. Yes. today. Yes. Thank you, sir. Okay, that's all. Very good. Minnu. Yes. Yarana. Sivapriya, yes. Good afternoon, sir. Yes, good afternoon. Parnolo, Sivapriya. 5 items. I didn't read a book last night. I didn't read a book last night. That's sir. Okay, very good. I didn't wake up early yesterday. Yes, very good. I didn't meet my friend yesterday evening. Yes, correct. It didn't rain last week. Yes, it didn't rain last week. That's very good.
I didn't visit my grandmother last week. Yes. Okay, that is all. Okay, sir. Okay, very good, very good. നല്ല വെറൈറ്റി മോഡലാണ് ശിവപ്രിയ പറഞ്ഞത്. Yes, okay, very good, very good. Then, Raihan. Good morning, sir. Yes, good morning. കഴിഞ്ഞു. എന്നാലും good morning ഇരിക്കട്ടെ. പറഞ്ഞോളൂ. Okay. I did not fold my clothes. I did not wash my clothes, അല്ലേ? Fold my clothes. Fold. മടക്കി വെച്ചിട്ടില്ല. Yes, very good, very good, very good. I did not attend online class yesterday. Yes, I did not attend online classes today. Correct. I did not wash my clothes. I did not wash my clothes. Correct. I did not wake up 6 o'clock in Yes. In the morning. In the morning. Yes, correct. I did not clean my room. Yes, I did not clean my room. Yes. That's all, sir. Okay, very good, very good. Okay, ഞാൻ അങ്ങനെ പോകാനെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചങ്ങനെ മിണ്ടായിരുന്നാണ്. ഓക്കെ റൈഹ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, റിനി ജോസഫ്. റിനി, നിങ്ങൾ ആരും റെഡി ആണെന്ന് പറഞ്ഞോട്ടോ. യെസ്, സോന ജോൺ. യെസ്, സോന വരുമെന്ന് വിചാരിക്കാം. അശ്വിനി. പറഞ്ഞോളൂ. I did not eat breakfast today. Very good, very good, very good. I did not medicine today. I did not take medicine. Okay, again. Ria. Okay, Ria. I did not take medicine. Okay, Shini. Okay. Tension അടിക്കേണ്ടത് ഫ്രീ ആയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞോ, കോൺഫിഡൻസോട് പറഞ്ഞോ. അശ്വിനി പറഞ്ഞ രണ്ട് കറക്റ്റ് ആണ്, ബാക്കി പറഞ്ഞു. യെസ്, അശ്വിനി വരുമെന്ന് വിചാരിക്കാം. യെസ്, സൈനു. Good morning, sir. Yes, good morning. I did not clean my house today. Yes, I did not clean my house today. I did not eat yesterday dinner. Yes, okay. I did not shopping yesterday. I did not do shopping. Like I did not shop yesterday. I did not watching TV today. Yes, I did. ING kalano. ING let go. I did not watch TV today. Watch TV today. Okay. Okay, sir. Okay, Sainu, very good, very good, very good, very good. Yes, ഈ മൈക്ക് ഓൺ ആവാതെ നമ്മൾ ഒരാളുണ്ടായിരുന്നല്ലോ, ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആരാണ്? അറിയ. I did not eat my veg daily. I did not clean my room. Okay, okay, correct ആണ്. Yes. Ansia. Then Vinisha Devi. Yes, sir. പറഞ്ഞോളൂ വിനീഷ. I did not make lunch today.
I did not make lunch today. Okay. I did not watch TV yesterday. Yes. Very good. I did not teach my son yesterday. Yes. I did not give permission to watch TV. Yes. I did not go anywhere yesterday. Yes. I did not drive my car yesterday. Yes. I did not study yesterday. Yes. I did not wash today. Yes. Okay, sir. Yeah, very good, very good. Riya is correct. Very good, Riya. Yes, very good, Vinisha. Yes, yes. And Santosh. Then Rinisha. Rinisha. Aisha Nasir. Sumaya. Hajara Shaji. Hello, sir. Yes, Pagalo Hajara. I did not eat yesterday night. Yes, okay. I did not clean my house today. Yes, I did not complete my notes. yes, I did not go to marriage function today. yes, I did not attend online class last day. yes. Thank you, sir. Okay, very good, very good. Hajara, very good, very good. That works. Very good, very good. Very good. Yes. Then Bhavisha. Bhavisha, yes. Good afternoon, sir. Yes, good afternoon. Bhavisha. I did not attempt PTA meeting. Yes, I did not completed my study. I did not complete my study. Okay. I did not go to cinema yesterday. I did not go for film yesterday. Yes. I did not clean my home yesterday. Yes, correct. I did not attempt family function at last week. Yes, attempt family function last week. Okay. Yes. Okay, that is very good, very good, very good. Indo, Bhavisha? Yes, very good, very good, very good. Yes, then Joshi EM. Then Savita. Hello, sir. Aisha. Aisha, അത് കഴിഞ്ഞാൽ ഐശ്വര്യോട് പറയാം കേട്ടോ. Yes. പറഞ്ഞോളൂ സവിത. I don't go my husband's house. Yes. I did go my husband's house. സവിത റേഞ്ച് ഉള്ളതോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ടായി പോകുന്നുണ്ട്. Thanks. Hello. Hello. ഇപ്പൊ ശരിയായി, പറഞ്ഞോളൂ. Okay. I did not go my house. Yes. I did not call my friends today. Okay. I did not teach my child this morning. Yes. I did not make lunch. Yes. I did not listen music today. Yes. Okay, sir. Thank you. Very good. Joshi EM correct ആയിരുന്നു കേട്ടോ, എഴുതി correct ആയിരുന്നു. Very good. Then Aisha. Good afternoon, sir. Yes, good afternoon, പറഞ്ഞോളൂ Aisha. I did not feed Aisha, my ശബ്ദം cat വരുന്നില്ല today. കേട്ടോ. Yes, okay.
I did not complete my work. Yes. I did not eat lunch. Yes. I did not attend the wedding yesterday. Yes. Wedding function yesterday. Yes. Okay. I did not see the movie today. Yes. That's all, sir. Yes. Very good, very good. Okay, Aisha, very good, very good, very good, very good. Okay. Meghna, make a yes. പറഞ്ഞോളൂ മേഘ. ഒന്ന് മോഡ് മാറ്റി പിടിച്ച മേഘ എക്കോ വരുന്നുണ്ട്. യെസ്. ഹലോ സർ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ ഓക്കെ. I didn't check my email. Yes. I did not go to chamber. Yes. I didn't attend my first hour class. Yes. I did not watch the. Yes. I did not clean my room. Yes. I didn't watch a film. Okay. Thank you, sir. Okay, very good, very good. Okay, Megha, very good, very good, very good. Vishnu Prasad. So, Yes, പറഞ്ഞോളൂ. I did not wake up early today. I didn't went to gym. Yes. We didn't go for a ride yesterday. Yes. I did not complete my. I did not complete a series that I'm watching. Yes. I didn't watch a movie that I planned to watch. Yes. Okay, 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 okay. എക്കോ ഉണ്ടായിരുന്നു. ഒന്ന് അതൊന്ന് മോഡ് മാറ്റി പിടി. അടുത്ത വർഷം വരെ ഒന്ന് മോഡ് മാറ്റി പിടിക്കണേ. യെസ്. ഓക്കെ 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 ഓക്കെ. മിന്നു. യെസ്. പറഞ്ഞോളൂ മിന്നു. ഞാൻ പറഞ്ഞതാ സർ. Okay, 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 okay. Okay, sir, I did not surprise my mother. Yes. Okay, 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 okay. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യം? യെസ്. സെയിം ആണ്, സെയിം ആണ്. ഡിഡിന്റ് എന്ന് പറയുന്നത് ഡിഡ് നോട്ട് എന്നുള്ളത് നമ്മുടെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡിഡിറ്റ് എന്ന് പറയുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. റേഖ, ഐ ഡിഡ് നോട്ട് ഗോ ടു ജിം യെസ്റ്റർഡേ. യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഡിന്റ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ്. ഓക്കെ. യെസ്. നമുക്ക് വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതുകൊണ്ട് ചോദിക്കാം. യെസ്. Yes, I will ask you some questions. യെസ്. ഞാൻ സിമ്പിളായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വേറൊന്നുമല്ല. ഐ ആം ഗോയിങ് ടു ആസ്ക് യു ദ യങ് വൺസ്. അതായത് ഓരോ ചെറിയ ജീവികളുടെ പേര് ഞാൻ പറയുന്നു. അതിന്റെ യങ് വൺസ്, കുഞ്ഞുങ്ങളെ പറയുന്ന പേര് എന്നൊന്ന് പറയും. അതിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര്. അപ്പൊ എല്ലാ ചോദ്യത്തിനും മുന്നിലും ദ യങ് വൺസ് ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. യങ് വൺസ്. ഓക്കെ. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇടാൻ പറ്റും. യെസ്. അപ്പോ നിങ്ങളും കൂടി മാർക്ക് നോക്കിക്കൊള്ളാം ഞാൻ പറയുന്ന പേര് കറക്റ്റ് ഉണ്ടെന്ന് പറയും. സോ സിമ്പിളായ കാര്യം ചോദ്യം ആദ്യം ചോദിക്കാം. ദ യങ് വൺ ഓഫ് ഡോഗ് ഇസാൻ, കൃഷ്ണേന്ദു, ജിഷ്ണു. ഇസാൻ, കൃഷ്ണേന്ദു ആൻഡ് ജിഷ്ണു. കറക്റ്റ് ആൻസർ ആണ്.
യെസ്, അത് ഞാൻ ആദ്യം ഒരു എളുപ്പമുള്ളതെന്ന് ചോദിച്ചതല്ലോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യത്തിന്റെ സ്റ്റൈൽ പിടിയിട്ടാലും ഞാൻ അത് വെച്ചിട്ട് മുന്നോട്ട് പോകും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സന്തോഷ്. ദ യങ് വൺ ഓഫ് കൗ, COW, കൗ. ഓ, കൃഷ്ണേന്ദുവിന് മുമ്പ് 2-3 പേരുണ്ടായിരുന്നു. ആർക്കും പിടിയിട്ടിട്ടില്ല. കൃഷ്ണേന്ദു മുമ്പ് വന്നവരെ ആരൊക്കെയാണ്? യെസ്, ആൻസർ കറക്റ്റ് ആണ്. ഹാഫ് ആണ്. മിന്നു ഉണ്ടായിരുന്നു. മിന്നു, സുമയ അല്ലേ? മിന്നു, സുമയ, മെറിൻ. യെസ്, മെറിൻ. ഓക്കെ. യെസ്, ഐഷ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. The young one of okay, Shivpriya, the young one of Tiger, Bhavisha, Isan, Vishnu. Bhavisha, Isan and Vishnu. Yes, correct answer is Cub. The answer is Cub. Correct answer is Siumi. Yes. அடுத்தது. The young ones of Kangaroo. The young ones of Kangaroo. Cub അല്ല ശരി. Yes, Krishnendu, Vishnu. വിഷ്ണുവിന്റെ അടിയിൽ ആരായിരുന്നു? കൃഷ്ണേന്ദു, വിഷ്ണു. യെസ്, JOEY. മെറിൻ ആയിരുന്നു അല്ലേ? മെറിൻ. മെറിൻ നേരത്തെ വന്നിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഐഷ ആയിരുന്നു. യെസ്, പരിഗണിച്ചിട്ടുണ്ട് ഐഷ. യെസ്, അപ്പൊ ആൻസർ ജോയ്, JOEY. അടുത്തത് സിമ്പിൾ ആണ്. ദ യങ് വൺ ഓഫ് ഹെൻ, HEN, ഹെൻ. വിഷ്ണു, കൃഷ്ണേന്ദു, ഇസാൻ അല്ലേ? വിഷ്ണു, കൃഷ്ണേന്ദു, ഇസാൻ. യെസ്, ആശ്രയം അല്ലേ? യെസ്, കൃഷ്ണേന്ദു. യെസ്, അപ്പോ ദ ആൻസർ ഈസ് ചിക്കൻ. ഓക്കെ ഓക്കെ ഓക്കെ, കൃഷ്ണേന്ദു കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്. The young one of rabbit. The young one of rabbit. Rabbit. Rabbit-ന്റെ അതല്ലല്ലോ, ബിറ്റല്ലല്ലോ. Rabbit. ബിറ്റല്ല, rabbit. The young one of rabbit. Yes, Aisha, Anisha, Isan. Aisha നേരത്തെ വന്നിട്ടുണ്ടോ? പിന്നെ വന്ന് അനീഷ അല്ലേ? ആൻസിയ അല്ലേ? ആൻസിയ. ആൻസിയ നേരത്തെ വന്നിട്ടില്ല. പിന്നെ ഇസാൻ അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ് ബണ്ണി, BUNNY. അടുത്തത്. ദ യങ് വൺസ് ഓഫ് ഡക്ക്, DUCK, ഡക്ക്. മിന്നു, നിമ്മി, സൈനു. മിന്നു, നിമ്മി നേരത്തെ വന്നിട്ടില്ല അല്ലേ? നിമ്മി ആൻഡ് സൈനു. സൈനു നേരത്തെ വന്നിട്ടില്ല. യെസ്, ഓക്കെ സൈനു. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഇസ് ഡക്ലി. ഓക്കെ 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 ഓക്കെ. അടുത്തത് സിമ്പിൾ ആണ്. ദ യങ് വൺസ് ഓഫ് sheep, SH
EEP, sheep. Sainu, Merin, Ashley. Sainu, Merin, Ashley. Ashley നേരത്തെ വന്നിട്ടില്ലേ? ഇല്ല അല്ലേ? ഓക്കെ ആഷ്ലി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ഓക്കെ ലാം LAMP ലാം. അടുത്തത് the young one of goose, GOOSE, the young one of goose. ചിക്കല്ല യെസ് ഐഷ ഇസാൻ അതിന് മുകളിലായിരുന്നു ഐഷ ഇസാൻ ഗൂസ്ലിംഗ് ആണ് മെറിൻ ആണ് അല്ലേ മെറിൻ ഷർജാൻ മെറിൻ ഹന്ന യെസ് കറക്റ്റ് ആൻസർ ആണ്. യെസ് ഗൂസ്ലി. അടുത്തത് the young ones of pig, PIG, pig. Krishnendu, Alisha, Marin. Krishnendu, Alisha. Alisha നേരത്തെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? Alisha. Okay. Marin. Okay. Very good. ഒരെണ്ണോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. The young ones of frog, FROG, frog. Ashley, Krishnendu, Aisha. Ashley, Krishnendu, then Aisha. Yes, tadpole. Yes, well, BSc Botany Zoology ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഇത് അറിയാമെന്നൊക്കെ ഞാൻ വെറുതെ ചെക്ക് ചെയ്തതാണ്. ഓക്കെ, ദെൻ സുമയ 1 point കിട്ടിയിട്ടുണ്ട്. അന്ന 1 point കിട്ടിയിട്ടുണ്ട്. ഭവിഷ 1 point കിട്ടിയിട്ടുണ്ട്. ശിവപ്രിയ 1 point കിട്ടിയിട്ടുണ്ട്. ആഷ്ട്രി 1 point കിട്ടിയിട്ടുണ്ട്. ആൻസിയ 1 point കിട്ടിയിട്ടുണ്ട്. നിമ്മി 1 point കിട്ടിയിട്ടുണ്ട്. അലീഷ 1 point കിട്ടിയിട്ടുണ്ട്. മിന്നു 2 point കിട്ടിയിട്ടുണ്ട്. സൈനു 2 point കിട്ടിയിട്ടുണ്ട്. ആഷ്ലി 2 point കിട്ടിയിട്ടുണ്ട്. യെസ്. ജിഷ്ണുവിന് 4 point കിട്ടിയിട്ടുണ്ട്. 4 point കിട്ടിയിട്ടുണ്ട്. ദെൻ മെറിന് 5 point കിട്ടിയിട്ടുണ്ട്. 5 point കിട്ടിയിട്ടുണ്ട്. ദെൻ ഇസാനും 5 point കിട്ടിയിട്ടുണ്ട്. ഐഷക്കും 5 point കിട്ടിയിട്ടുണ്ട്. അപ്പോ 5 point ലഭിച്ച നിങ്ങൾ 2ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ജിഷ്ണു 3ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് കൃഷ്ണേന്ദുവിന് 6 point ലഭിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. മാർക്ക് കുറച്ച് ലഭിച്ചവർക്കും കൂടുതൽ ലഭിച്ചവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനം. യെസ്, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Okay. Thank you, sir.